അല്ല, ഇനി ഇതിനകത്ത് കിട്ടാവുന്ന അത്ര വലിയ തിരിച്ചടികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായിട്ട് CPM-ന് കിട്ടി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണെങ്കിലും അല്ല യുവതീ പ്രവേശനമാണെങ്കിലും അല്ലെങ്കിൽ പിന്നീടുണ്ടായ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണെങ്കിൽ CPM-ന് ഇനി ഇതിലും വലിയ സെറ്റ് ബാക്ക് ഒന്നും ഉണ്ടാവാനില്ല. പക്ഷേ എന്തായിരുന്നു ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നത് വരെയും ഉണ്ടായിരുന്ന ഒരു നേതൃത്വത്തിൻ്റെ തന്നെ വികാരം ഇപ്പോൾ എടുത്ത്, അതായത് CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും കർശനമായ നടപടി എന്ന് പറഞ്ഞാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നായിരുന്നു. എന്തുകൊണ്ട് അതില്ലാതായിപ്പോയി? അവിടെ പത്മകുമാർ പാർട്ടിക്കൊരു പത്മവ്യൂഹം തീർത്തിരുന്നു. അതിനെ ഭേദിക്കാനുള്ള ധൈര്യമൊന്നും ആ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പത്മകുമാറിലെ രാഷ്ട്രീയക്കാരനെ കൂടി ബഹുമാനിക്കേണ്ട ദിവസമാണ് കഴിഞ്ഞുപോയത് എന്നെനിക്ക് തോന്നുന്നു. കാരണം പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കോടതി വിലക്കുണ്ട്. ഇനി എന്തെങ്കിലും സംസാരിച്ചു പോയാൽ CPM കൂടുതൽ ശക്തമായ നടപടിയെടുക്കുന്നതിന് അതുമാത്രം കാരണമാവുകയും ചെയ്യും. പക്ഷേ ഒരാത്മകഥ എഴുതാൻ പോകുന്നുവെന്നും അടുത്ത സുഹൃത്തിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് 1-2 ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വരാൻ പോകുന്നതിൻ്റെ ചില പട്ടികകൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ. രാവിലെ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ടും അല്ലാതെ പത്രങ്ങളിലായിട്ടും. അതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒന്ന്, ഇടത് സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തി. മാസപൂജയ്ക്ക് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ തീരുമാനിച്ചിരുന്നു എന്ന് അതിൻ്റെ തെളിവുകൾ തൻ്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്ന് ഏതോ ഒരു സുഹൃത്തിനെ ഉദ്ധരിച്ച് വാർത്ത വരുന്നു. ഒപ്പം പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ ഒഴുകിവന്ന മണൽ നീക്കം ചെയ്യാൻ സ്വകാര്യ കമ്പനിയെ ദേവസ്വം ബോർഡ് അറിയാതെ തീരുമാനിച്ചു. അല്ല, മറ്റേ വിഷയത്തിൽ തന്നെ ഒരു ഉന്നതൻ അന്നത്തെ ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് തന്നെയും ശ്രീജിത്തിനെയും മാറ്റി നിർത്തി എന്ന് പറയുന്നു. ശബരിമല മേൽശാന്തിയായി താൻ നിർദ്ദേശിക്കുന്ന വ്യക്തി നിയമിക്കണമെന്ന് മന്ത്രി ലെറ്റർപാഡിൽ നൽകിയ കത്തും പക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൂടി വരുന്നു. അതായത് ശബരിമലയിലെ മേൽശാന്തിയെ നമുക്കറിയാം നെറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലാതെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശം കിട്ടി എന്നതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്ന രീതിയിൽ പത്മകുമാറിനെ ഉദ്ധരിച്ച് ഏതോ സുഹൃത്തിൻ്റെ പേരിൽ വരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ രജിസ്റ്റർ ചെമ്പുപാളി എന്നെഴുതിയത് മറ്റാരോ ആണ്, അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിച്ചതാണ്, ഈ കൈപ്പട കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ആത്മകഥയിൽ ഉണ്ടാകും എന്ന രീതിയിൽ ഇത്തരം വിവരങ്ങൾ വരുന്നു. ശരിക്കും സ്തോഭജനകമായ വിവരങ്ങളായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്. അപ്പോൾ പത്മകുമാറിനെ ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും പുറത്തു വരും, അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും പുറത്തു വരുമോ എന്ന ആശങ്ക ആ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒരു സസ്പെൻഷൻ എന്ന അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എടുത്തത്. ഏതാണ്ട് 1 വർഷക്കാലമുള്ളൂ, അതിന് സമയപരിധിയുള്ളൂ. അതിനുള്ളിൽ ഈ കേസിൻ്റെ കുറ്റപത്രം വരാം. ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടിയെടുക്കുമെന്നൊക്കെയാണ് ഇന്നലെ നേതൃത്വം വിശദീകരിച്ചത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം നിങ്ങൾക്കറിയാത്തതാണ് എന്ന് പതിപോലെ ചോദ്യം ചോദിക്കുന്നവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ പാർട്ടിയെ നല്ല ഒന്നാന്തരം വെട്ടിൽ കൊണ്ടയാണ് നിർത്തിയിരിക്കുന്നത്. എനിക്കെതിരെ നടപടി എടുത്തു നോക്ക്, ഞാൻ കാണിച്ചു തരാമെന്ന സന്ദേശം അദ്ദേഹം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ സന്ദേശം CPM-നെ ഭയപ്പെടുത്തി എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പത്മകുമാറിനെതിരെ നടപടി വേണമായിരുന്നു എന്ന് തീരുമാനിച്ചതാരാണ്? CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ വേണം, ശക്തമായ നടപടി വേണമെന്ന തീരുമാനമെടുത്ത് സംസ്ഥാന കമ്മിറ്റിയാണ്. അതിൽ ആ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കും എന്ന വാർത്ത വന്നത്. പിന്നീട് അതിലേക്ക് എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ മുട്ടിടിച്ചിട്ടുണ്ട് CPM നേതൃത്വത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നത് ആയിരിക്കില്ല CPM-നെ ഭയപ്പെടുത്തിയത്, അതിനപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പത്മകുമാറിൻ്റെ പത്തനംതിട്ടയിലെ സ്വാധീനം മാത്രമല്ല, അദ്ദേഹത്തിന് ആ പാർട്ടിക്കുള്ളിലെ സ്വാധീനം, അദ്ദേഹം എങ്ങനെയായിരുന്നു അതിനു മുമ്പുള്ള കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് എന്നതൊക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ആശങ്ക ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹം വലിയ നടപടികളിൽ നിന്നും ഒഴിവായി എന്ന തരത്തിലുള്ള വിശകലനങ്ങളെ ശരിവെക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി ആലോചിച്ചോ, പുള്ളി പാർട്ടിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ല അദ്ദേഹം എന്നും ആത്മകഥയില്ല എന്നതടക്കമുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാം ഏതാണ്ട് കോംപ്രമൈസിൽ ആക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കുകൂട്ടാൻ.